ഒരു വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസത്തേക്ക് ദമ്പതികളോട് അഭിപ്രായം ചോദിക്കരുതെന്നാണ് അറിവുള്ളവർ പറയുന്നത്. 6 മാസം കഴിഞ്ഞാൽ അഭിപ്രായം ഉണ്ടാകില്ലെന്ന് പറയുന്നവരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടായാൽ ആദ്യത്തെ 6 മാസത്തേക്ക് അവർക്ക് വകുപ്പൊക്കെ പഠിക്കാനും അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാനും അവസരം കൊടുക്കണം. 6 മാസം കഴിഞ്ഞിട്ടാകാം അവരുടെ മേലോട്ട് കുതിര കയറുന്നത്. ഇവിടെ വി ഡി സതീശനെ അസ്വസ്ഥനാക്കുന്നത് പ്രതിപക്ഷമല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് കൊതിക്കറവുമായി നിൽക്കുന്നവരുടെ പാർശ്വവർത്തികളാണ് തങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ മണിയടിക്കാൻ ഓരോന്നുമായി ഇറങ്ങിയിരിക്കുന്നതെന്നാണ് പരദൂഷകർ പറയുന്നത്. ഒരു സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിലെ ഓരോ ഗ്രൂപ്പിലെയും ഒന്നിലധികം പേര് ഇടിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കേ അത് കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റിയില്ല. അതോടുകൂടി ബാക്കിയുള്ള മുഴുവൻ പേരും അസ്വസ്ഥരായി കളത്തിലിറങ്ങും. അത് സ്വാഭാവികമാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് കരിമണൽ ഖനനമാണ്. നമുക്കറിയാം, അത് നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ച നടന്നതാണ്. കേരളത്തിൽ യഥേഷ്ടമുള്ളതും കേരളത്തിന്റെ സമ്പദ്ഘടനയെ ശക്തമാക്കാൻ സഹായിക്കുന്നതുമായ കരിമണൽ ഖനനം ആരെങ്കിലും ഉമ്മാക്കി കാണിക്കുന്നത് കണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലെ കമ്പനികളെ അതിൽ ഉൾപ്പെടുത്തുന്നത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നവർ എന്ത് കണ്ടിട്ടാണെന്നും കൂടി പറയാൻ ബാധ്യസ്ഥരാണ്. കൂടുതൽ കമ്പനികൾ കളത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ചരക്കിന് കൂടുതൽ വില കിട്ടുന്നത്. അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകി അവരുടെ പങ്കാളികളായിട്ടുള്ളവർ മാത്രം പണം ഉണ്ടാക്കുന്ന പണി അതങ്ങ് അവസാനിപ്പിക്കണം. കൂടുതൽ വില തരുന്നവരോട് വിലപേശി ഉറപ്പിക്കണം. മാത്രമല്ല, നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികളുമായി കൂട്ടിച്ചേർത്ത് കച്ചവടം നടത്തി ആ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗമായി കരുതണം. മണൽഖനനം വേണ്ടെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവർ തങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെന്ന വിഷമം കൊണ്ട് ഉണ്ടാക്കുന്ന ബഹളം തന്നെയാണ്. അതാർക്കാരും നമുക്ക് മനസ്സിലാക്കാം, മര്യാദകരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതിന് വി ഡി സതീശൻ കണ്ടുപിടിക്കേണ്ടത് പിണറായി വിജയനെയാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യുവാൻ നിശ്ചയിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അത് വിജയിപ്പിച്ച് കാണിക്കുന്ന പണിയാണ് പിണറായി വിജയൻ ഇതുവരെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ദോഷം പറയരുത്. ഗെയിൽ പദ്ധതിയും NH-66 നമ്മുടെ മുന്നിൽ പ്രകടമായി കാണാവുന്ന ഉദാഹരണങ്ങളാണ്. മറ്റൊരു പ്രധാന വിഷയമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് പുതുതായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ DNA ആണ്. അദ്ദേഹം RSS BJP അനുഭാവിയാണെന്നാണ് ചില കോൺഗ്രസുകാരുടെ മുറവിളി. ഒന്നാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസുകാരെ മാത്രമേ ഒരു സ്ഥാനത്ത് നിയമിക്കൂ എന്ന് സത്യപ്രതിജ്ഞാ വേളയിൽ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റത്തുമില്ല. അതാണ് ജനാധിപത്യം. രണ്ട് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ ഭരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. അവർക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന സാമുദായിക പ്രസ്ഥാനങ്ങളായ SNDP, NSS, ക്രൈസ്തവ സഭ മേലധികാരികൾ എന്നിവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ ചിന്തകളുണ്ട്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് രാഷ്ട്രീയം. ഇപ്പോൾ ചിലർ വിമർശിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ നമ്മൾക്ക് ഒരു വില്ലേജ് ഓഫീസിൽ പോലും പോകുവാൻ സാധിക്കില്ല. കാരണം വില്ലേജ് ഓഫീസറും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ജഡ്ജി, ആ ജഡ്ജി ആയിരുന്ന ആൾ, അദ്ദേഹം ജഡ്ജിയാകുന്നതിന് മുൻപ് BJPയുടെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയാണ്? പിന്നെ നെറ്റിയിൽ ഭസ്മക്കുറി ഉള്ളവരെല്ലാം കടുത്ത ഹിന്ദുത്വവാദികളാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റായ പ്രവണതയാണ്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും വിശ്വാസികളല്ലെന്ന് വിശ്വസിക്കുന്നതും തെറ്റാണ്. ഒരു കാലത്ത് ആ വിശ്വാസം അവരുടെ മുഖമുദ്രയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പള്ളിപ്പെരുന്നാളിന് വരെ സഖാക്കൾ സജീവമായി അവർക്ക് നാളെ കൂടെ നിൽക്കണമെങ്കിൽ ഇത്തരം പുറത്ത് നാടകങ്ങളൊക്കെ നടത്തണം. വിഷയത്തിൽ നിന്ന് മാറണ്ട. ഒരു മന്ത്രിസഭ ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനങ്ങളിലേക്ക് അതായത് ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും നിശ്ചയിക്കുമ്പോൾ മുലപ്പാലിൽ ഉപ്പ് നോക്കുന്നത് പോലെ അവന്റെ രാഷ്ട്രീയം നോക്കുന്നത് ശരിയായി കീഴ്വഴക്കമല്ലെന്നേ ഞാൻ ഈ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ആകാം. ഇതുപോലുള്ള കീ പോസ്റ്റുകളിൽ ഇപ്പൊ ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ രാഷ്ട്രീയം നോക്കിയാണോ അദ്ദേഹത്തെ നിയമിക്കുന്നത്? അല്ലെങ്കിൽ DGPയെ നിയമിക്കുന്നു? അങ്ങനെയാണോ നോക്കിക്കുന്നത്? അയാൾ അതിനു മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ജാതീയമായോ രാഷ്ട്രീയമായോ ഒരു തീരുമാനങ്ങൾ എടുക്കുകയും അതുമൂലം മറ്റൊരാൾക്ക് നഷ്ടം സംഭവിക്കുകയും അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ K. സുധാകരനെയോ സുധീരനെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചാലും ഗ്രഹപാഠം ചെയ്യാത്തിടത്തോളം കോൺഗ്രസ് യാതൊരു ലാഭവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ മണ്ഡലം പുനഃസംഘടനയുടെ കാലത്ത്
കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായി ഗ്രഹപാഠം ചെയ്യും, അവർക്ക് വിജയിക്കാവുന്ന രീതിയിൽ നിയമസഭാ മണ്ഡലങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു. അന്ന് ഈ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് കളിച്ച് നടന്നു. കുറച്ചുകൂടി സുതാര്യമായി പറഞ്ഞാൽ തങ്ങളുടെ പാർട്ടിയിലെ എതിർ ഗ്രൂപ്പിന് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുടെ മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങൾ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാള. കെ കരുണാകരന്റെ ഓർമ്മ പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് ആരൊക്കെയോ കൂടി അങ്ങ് തീരുമാനിച്ചിരുന്നു. മറ്റൊരു മണ്ഡലമാണ് പഴയകാല മന്ത്രി വേലപ്പനും നാരായണക്കുറുപ്പും ഒക്കെ കേരളം ഉണ്ടായ കാലം മുതൽ മത്സരിച്ചിരുന്ന വാഴൂർ. ഒടുവിൽ മണ്ഡലം പുനഃസംഘടന വന്നപ്പോൾ അത് കാഞ്ഞിരപ്പള്ളിയായി. എന്നാൽ പഴയ കാഞ്ഞിരപ്പള്ളിയിലെ കേവലം 2 പഞ്ചായത്ത് മാത്രമേ ഇന്നത്തെ കാഞ്ഞിരപ്പള്ളിയിലുള്ളൂ. ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും പഴയ വാഴൂർ മണ്ഡലത്തിൽ പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ മണ്ഡലത്തിന് പേര് നൽകേണ്ടിയിരുന്നത് വാഴൂർ എന്ന് തന്നെയാണ്. സതീശന്റെ കയ്യിലും ചില തെറ്റുകളൊക്കെ ഉണ്ട്. കൂടെയുള്ള മന്ത്രിമാർ പറയുന്നവർക്ക് കേവലം ഒരു GP സ്ഥാനമെങ്കിലും കൊടുക്കാൻ കഴിയണം. അതുപോലും തയ്യാറാകാത്തത് ശരിയല്ല. സതീശൻ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. കൂടെയുള്ള മന്ത്രിമാരെല്ലാം മറ്റു ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന ചിന്ത ഇനിയെങ്കിലും ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പിൽ പതറി നിന്നപ്പോൾ കൂടെ നിന്നവരൊക്കെ ആയിരിക്കാം ഓരോ സ്ഥാനങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്തുന്നത്. ഒരു മന്ത്രിസഭ അധികാരമേറ്റ് ഭരണം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. 6 മാസമെങ്കിലും അവർക്ക് സമയം കൊടുക്കുക, എന്നിട്ട് വിമർശനം ആരംഭിക്കാം.